നിസാന്റെ മാഗ്നറ്റ് നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ. കുറച്ച് ദിവസമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഒരു റിവ്യൂ അല്ല ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്നത്, കുറച്ച് യൂസർ ഫീഡ്ബാക്ക് ഒരു സെഷൻ, ഒരു നല്ലൊരു വീഡിയോ ആണ് ഷെയർ ചെയ്യുന്നത്. ഇൻഫ്ലുവൻഷ്യൽ വിമൻ അറൗണ്ടേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു തീം വർക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ സമൂഹത്തിൽ വ്യത്യസ്തമായിട്ട് നിൽക്കുന്ന, ഓട്ടോമോട്ടീവായിട്ട് റിലേറ്റഡ് ആയിട്ട് നിൽക്കുന്ന സ്ത്രീകളെ പരിചയപ്പെടുത്തുന്നുണ്ട്. അതോടൊപ്പം അവരുടെ നിസാൻ മാഗ്നറ്റ് ഓടിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത്. അപ്പം നമ്മൾ ആദ്യം പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ തൃശ്ശൂർക്കാണ് കേട്ടോ. തൃശ്ശൂർ ജിതയുണ്ട്, അതേപോലെ തന്നെ ഓട്ടോടെക് ഗ്യാരേജിലെ നമ്മുടെ ഹെൽനയുണ്ട്, പിന്നെ എറണാകുളത്തേക്ക് വരുമ്പോഴത്തേക്കും മാരുതി പണിക്കറുണ്ട്, പിന്നെ നിസാൻ മാഗ്നറ്റ് ഓൾറെഡി ഓൺ ചെയ്ത് യൂസ് ചെയ്യുന്ന ഡാലിയയുടെ ഒരു എക്സ്പീരിയൻസ് വീഡിയോ ഉണ്ട്, അതേപോലെ ട്രിവാൻഡ്രത്തുള്ള നമ്മുടെ ചിപ്പു. അങ്ങനെ 5 പേരുടെ വീഡിയോസ് ഇൻഫ്ലുവൻഷ്യൽ വുമൺ അറൗണ്ടേഴ്സ് എന്ന തീമിൽ നമ്മൾ വർക്കൗട്ട് ചെയ്ത് കൊണ്ടുവന്നതാണ്. അപ്പോൾ അവരുടെ ഒരു എക്സ്പീരിയൻസ് ഡ്രൈവ് വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ളത്. അപ്പം മുഴുവൻ വീഡിയോയും കാണുക കേട്ടോ. നമ്മൾ നിസാൻ മാഗ്നറ്റ് വെച്ചിട്ട് ഡ്രൈവ് ചെയ്ത് ലാസ്റ്റ് തൃശ്ശൂർ എത്തിയേക്കുവാണ്. അപ്പോൾ ഇവിടെ എത്തിയതിൻ്റെ ഒരു പ്രധാന കാരണം നമ്മുടെ ജിത അലിങ്കലിനെ പരിചയപ്പെടുത്താനാണ് കേട്ടോ. അതായത് ജിതനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ കുറച്ച് വർഷമായിട്ട് തന്നെ പരിചയമുണ്ട്. നമുക്കുള്ള കുറേ മാതൃകാപരമായിട്ട് ഇപ്പം 2017-18 ടൈമിലൊക്കെ ഹിമാലയൻ ഒഡീസി ഭയങ്കര അഡ്വഞ്ചർ ആയിട്ടുള്ളൊരു ബൈക്ക് റൈഡ് ഉണ്ട്. അപ്പോൾ അതൊക്കെ കവർ ചെയ്ത് ഹിമാലയൻ മലനിരകൾ കവർ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഫോർമുല 4 റേസറാണ്, പിന്നെ മോഡലാണ്, അതിലുപരി ബാങ്കിലെ അസിസ്റ്റന്റ് മാനേജറായിട്ട് വർക്ക് ചെയ്യാണ്. അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ് കേട്ടോ. അപ്പോൾ ജിത, നിനക്കുള്ള ടാസ്ക് ഇതാണ്. അതായത് നമ്മുടെ ഈ ഒരു നിസാൻ മാഗ്നറ്റ് ജസ്റ്റ് ഒന്ന് ഡ്രൈവ് ചെയ്തിട്ട് ഇപ്പം നമുക്ക് ഈ ദിവസം ഒന്ന് ഡ്രൈവ് ചെയ്യാം. അത് നിന്റെ ഒരു എക്സ്പീരിയൻസ് ഷെയറിംഗ് ആണ്. കാരണം നീ പല വെഹിക്കിൾസ് ഡ്രൈവ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് വെച്ചിട്ടൊന്ന് കമ്പയർ ചെയ്തിട്ട് ഈ ഒരു വെഹിക്കിളിനൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ പോവാം. എന്നാ ബാ, എടുത്തു. ഓട്ടോമാറ്റിക്കലി ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി വരികയാണല്ലേ. ഓക്കെ, ജിതയുടെ ഉള്ള ഒരു വെഹിക്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വിഫ്റ്റ് ആണ് കേട്ടോ, മാനുവൽ ട്രാൻസ്മിഷൻ. അപ്പം അതിൽ നിന്ന് മാറിയിട്ടാണ് ഇപ്പോൾ ഒരു AGS ഓടിക്കുന്നത്. അപ്പം ഓവറോള് നമ്മളിപ്പം രാവിലെ ഇങ്ങോട്ട് വന്നപ്പോഴാണെങ്കിലും കുറച്ച് നേരം ഡ്രൈവ് ചെയ്തിട്ട് ആളുടെ ഒരു എക്സ്പീരിയൻസ് ആണ് ഇന്ന് എന്തായാലും നമ്മൾ ഉദ്ദേശിക്കുന്നത്. ജിത, ഓവറോൾ എങ്ങനെയുണ്ട് മാഗ്നറ്റ് ഓടിച്ചിട്ട്? ഫസ്റ്റ് തിങ്, എനിക്ക് നല്ല വിസിബിലിറ്റി ഉണ്ട്, സീറ്റ് അഡ്ജസ്റ്റ്മെന്റ്സ്. പിന്നെ സ്വിഫ്റ്റ് കുറച്ചുകൂടെ എനിക്ക് താഴ്ന്നിട്ടാ തോന്നി, ഇത് കുറച്ച് നല്ല ഇതുണ്ട്. പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ്, ഈ സ്പീഡ് ബ്രേക്കറിലൊക്കെ കയറി ഇറങ്ങുമ്പോഴത്തേനും നല്ലൊരു ക്ലിയറൻസ് എനിക്ക് നല്ല, അത് ഫസ്റ്റ് തിങ് അതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ സ്റ്റിയറിംഗ് നല്ല, ഇറ്റ്സ് ലൈക്ക് വെരി വൈഡ് സ്മൂത്ത്, നല്ല രസമുണ്ട്. പിന്നെ ഞാൻ ചെറിയ വണ്ടി എടുക്കാനുള്ള കാരണം സിറ്റി ട്രാഫിക്കിലുള്ള മാനൂവറിംഗ് ആണ്. ഇതും എനിക്ക് വളരെ കോമ്പാക്ട് ആൻഡ് ക്യൂട്ടായിട്ടാണ് തോന്നുന്നത്. ട്രാഫിക്കിൽ വലിയ ബുദ്ധിമുട്ട് തോന്നുന്നില്ല. സാധാരണ ജിതയുടെ ഒരു ഡ്രൈവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാലക്കാട് ടു കൊച്ചി, തൃശ്ശൂർ, പാലക്കാട്, ഈ 3 ഡിസ്ട്രിക്ട്സ് ആണ് മോസ്റ്റ്ലി. അപ്പോൾ ട്രാഫിക് വളരെയധികം ഞാൻ ഫേസ് ചെയ്യുന്നൊരു സംഭവമാണ്. ശരി, ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അതായത് ഫസ്റ്റ് ടൈം ആണല്ലോ നമ്മുടെ ഒരു ഓട്ടോമാറ്റിക് കാർ ഓടിക്കുന്നത്. കാരണം ജിത ഒരു ശരിക്കും പറഞ്ഞാൽ മാഡ്ലി ഒരു മാനുവൽ ട്രാൻസ്മിഷൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് കേട്ടോ. കാരണം അങ്ങനെ ഒരാളുടെ കയ്യിലേക്ക് പെട്ടെന്ന് ഒരു ഓട്ടോമാറ്റിക് കൊടുത്തപ്പോഴത്തേക്കും സോ അങ്ങനെ നോക്കുമ്പോൾ എങ്ങനെയുണ്ട് ട്രാൻസ്മിഷൻ വൈസ്? എങ്ങനെയുണ്ട്? വളരെ റിലാക്സ്ഡ് ആണ്. കാരണം ഈ ഗിയർ ചേഞ്ചിങ്, ഗിയർ ഷിഫ്റ്റിംഗിന്റെ ഒരു ഇതില്ല, സ്മൂത്ത് ആയിട്ട് ഓവർടേക്കിംഗ് ഇപ്പോൾ നമ്മൾ ചെയ്ത പോലെ. അതല്ലെങ്കിൽ നമ്മൾ എപ്പോഴും കൈ ഇവിടെ ആയിരിക്കുമല്ലോ, ഇതിപ്പോൾ എനിക്ക് കുറച്ചുകൂടെ മച്ച് മോർ റിലാക്സ്ഡ് ആയിട്ട് ഡ്രൈവ് ചെയ്യുന്നൊരു ഫീൽ ഉണ്ട്. അങ്ങനെ നമ്മൾ ഡ്രൈവ് ചെയ്ത് നേരെ നമ്മുടെ വടക്കുന്നാഥനിൽ എത്തിയിട്ടുണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു നല്ലൊരു നല്ല കാണാൻ നല്ല ഭംഗിയല്ലേ. സോ അപ്പം നമ്മൾ ജസ്റ്റ് ഇവിടുന്ന് ഇപ്പം ജിതേൻ്റെ ഒരു എക്സ്പീരിയൻസ് നമ്മൾ കേട്ടിട്ട് നമ്മൾ നമ്മുടെ അടുത്തൊരു നെക്സ്റ്റ് ലൊക്കേഷനിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ജിത, ഓവറോൾ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? ഞാനിപ്പോൾ ഓടിച്ചത് നമ്മുടെ തൃശ്ശൂർ സിറ്റിക്കകത്തുള്ള സ്പേസസിലേക്ക് തന്നെയായിരുന്നു. മെയിൻ തിങ്, വളരെ സിറ്റിക്കകത്ത് മാനുവർ ചെയ്യാൻ എക്സ്ട്രീംലി ഈസി ആയിരുന്നു, ഡ്രൈവിംഗ് കംഫർട്ട്. കാരണം അതിൻ്റെ വിസിബിലിറ്റി, പിന്നെ ഓട്ടോമാറ്റിക് ആയത് കാരണം സിറ്റിക്കകത്ത് ഈസി ആയിട്ട് മാനുവർ ചെയ്യാനുള്ള ആ ഒരു കംഫർട്ട് വളരെ നല്ലതായിരുന്നു. പിന്നെ 360 ഡിഗ്രി ക്യാമറ വിച്ച് കംസ് ഇൻബിൽറ്റ്, അത് വളരെ നല്ലൊരു ആഡഡ്, വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഫീച്ചറാണ്. കാരണം നമ്മളെപ്പോഴും ഈ തിരിഞ്ഞു നോക്കുന്നത് അല്ലെങ്കിൽ എക്സ്ട്രാ ക്യാമറ വെക്കേണ്ട ഒരു ഇത് തോന്നിയില്ല. പിന്നെ സ്റ്റിയറിംഗ് കംഫർട്ട് വാസ് വെരി ഗുഡ്. ഓവറോൾ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് നല്ല അടിപൊളിയായിരുന്നു. ഓക്കെ, ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടെ, നമ്മുടെ ഇതിൻ്റെ എഞ്ചിൻ എങ്ങനെയുണ്ട് ഓവറോൾ ഓടിച്ചിട്ട് അതിൻ്റെ ഒരു പെർഫോമൻസിൽ? കാരണം ഇതിനെ സംബന്ധിച്ച് നോക്കുമ്പോഴത്തേക്കും ട്രാക്കിലൊക്കെ ഓടിക്കുന്നതാണ്, എസ്പെഷ്യലി ഒരു പവർഫുൾ മെഷീൻസ് ഒക്കെ യൂസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പം അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഇതിൽ വന്നിട്ടുള്ള 1 ലിറ്റർ എഞ്ചിൻ്റെ ഒരു പെർഫോമൻസോട്? 1 ലിറ്റർ ആണെങ്കിലും നല്ല പവർഫുൾ ആയിരുന്നു. ഹൈവേക്ക് നമ്മൾ സ്പീഡ് എടുക്കുമ്പോഴും എനിക്ക് ആ ഒരു അങ്ങനെ തോന്നിയതേ ഇല്ല. നല്ല
ബെറ്റർ ആയിരുന്നു, നല്ല രസമുണ്ടായിരുന്നു ഓടിക്കാൻ. ഓക്കെ, എനിവേ താങ്ക് യു സോ മച്ച്. അടുത്ത വട്ടം വീണ്ടും എന്തെങ്കിലുമൊക്കെ പരിപാടി കേട്ട് കാണാം. അപ്പോൾ എന്തായാലും നമ്മൾ വടക്കുന്നാഥിൻ്റെ ഇവിടുന്ന് നമ്മൾ ജിതേനെ ഡ്രോപ്പ് ചെയ്തിട്ട് നേരെ നെക്സ്റ്റ് ലൊക്കേഷനിലേക്ക് പോവാണ് കേട്ടോ. വർക്ക്ഷോപ്പ് മെയിൻ്റനൻസ് തുടങ്ങിയിട്ടുള്ള ആ ഒരു പരിപാടികളിലൊക്കെ വളരെ 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 ഫെമിലിയർ ആയിട്ടുള്ള ഹെൽനയുണ്ട് കൂടെ. ഹലോ ഹെൽന, വൻ പരിപാടിയിലാണ്, ഒരു വണ്ടിയിൽ പണിയെടുത്തോണ്ടിരിക്കുകയാണ്. അപ്പം ദേ ഈ ഒരു കുഞ്ഞു മിടുക്കി നമ്മൾ ഒരുപാട് റീൽസിലും അല്ലെ യൂട്യൂബ് വീഡിയോയിലും ഒക്കെ നമുക്ക് അറിയാവുന്ന ആളാണ്. അപ്പോൾ ഹെൽനെ കിട്ടിയിട്ടുണ്ട്, കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാം അല്ലേ. ഹെൽന, എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു മേഖലയിലേക്ക് വന്നത്? ഇപ്പം നമ്മുടെ ചാലക്കുടി സൈഡിൽ കറക്റ്റ് സ്ഥലപ്പേരുന്നായിരുന്നു? മുരിങ്ങൂരാണ് ഇവരുടെ വർക്ക്ഷോപ്പ്, ഓട്ടോടെക് ദി ഫാമിലി ഗാരേജ്. അതെ, ആ ഒരു പേരിൽ വർക്ക്ഷോപ്പും അതേപോലെ തന്നെ യൂട്യൂബ് ചാനലും ഒക്കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വളരെ ഫെമിലിയറാണ്, ഞാൻ എടുത്ത് പറയുന്നില്ല. അപ്പോൾ ഈ കൊച്ചു മടിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നോക്കാം. എത്ര നാളായിട്ട് ഉണ്ട് ഈ ഒരു ഫീൽഡിൽ? ഞാനൊരു 4.5 വർഷം ആവുന്നു. 4 വർഷം. ഏജ് ഇപ്പോൾ ആലോചിക്കണം, 21 വയസ്സേ ഉള്ളേ. ഞാൻ +2 ഞാൻ ഇറങ്ങിയതാണ് ഇങ്ങോട്ട്, ചേട്ടൻ്റെ ഒപ്പം അങ്ങനെ കൂടിയതാണ്. എങ്ങനെ ഈ ഒരു മേഖലയിലേക്ക് വരാനുള്ളത്? ഞാൻ എൻ്റെ ചേട്ടനാണ് എന്നെ ഈ ഒരു ഫീൽഡിലോട്ട് ഇറക്കാനുള്ള മെയിൻ ആള്. ഞാൻ +2 ഹോസ്റ്റലിലായിരുന്നു, ഞാൻ പാലയിലായിരുന്നു പഠിച്ചതൊക്കെ. അപ്പം ഹോസ്റ്റലിൽ നിന്ന് വരുന്ന ആ ഒരു വെക്കേഷൻ ടൈമിൽ ചേട്ടൻ ഇങ്ങനെ വർക്കിന് പോകുമ്പോൾ എന്നെ ഒപ്പം കൊണ്ടുപോകും. ചെയ്ത് പിന്നെ ഇവിടെ ഞങ്ങൾ എറണാകുളത്തായിരുന്നു. എറണാകുളത്ത് ഞങ്ങൾ ഇവിടെ വന്ന് വർക്ക്ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തു, കട്ടിപ്പൊക്കത്ത് ഫസ്റ്റ്. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തപ്പം ഫസ്റ്റ് നമുക്ക് മെക്കാനിക്സ് ഒന്നും എടുത്തു തുടങ്ങിയിട്ടില്ല. അപ്പം ഞാനും അമ്മയും ചേട്ടനും കൂടെ അങ്ങ് തുടങ്ങി, അങ്ങനെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഇപ്പോൾ ഇവിടെ വരെ. ഇവിടെ അമ്മയും ചേട്ടനും ഈ കൊച്ചും എല്ലാവരും ഫുൾ ലൈവാണ് കേട്ടോ. എല്ലാ കാര്യത്തിലും ഇവർ 3 പേരും കൂടെ വന്നിട്ടാണ് ചെയ്യുന്നത്. അപ്പം ഞാനും ഹെൽനയും കൂടെ ഡ്രൈവിന് എടുത്തിട്ടുണ്ട്. ഹെൽന, എങ്ങനെയുണ്ട് ഓടിച്ചിട്ട് ഓവറോൾ എക്സ്പീരിയൻസ്? ഇപ്പം ഞാനിത് പറയാ വെച്ചാൽ ആസ് എ മെക്കാനിക് എന്നുള്ള രീതിയിലുള്ള വർക്കുകളുടെ ഒരു കാഴ്ചപ്പാട് എങ്ങനെയുണ്ട്? ഇതിപ്പോൾ അത്യാവശ്യം സസ്പെൻഷൻ സൈഡൊക്കെ ഓക്കെയാണ്. പിന്നെ എനിക്കുള്ള പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടിക്ക് അത്യാവശ്യം ഹൈറ്റ് ഉണ്ട്, പക്ഷെ എന്നാലും കുഴപ്പമില്ല, ഓടിക്കാനൊക്കെ നല്ല സ്മൂത്ത് ആണ്. അതെ, ആളുടെ ഹൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 4'8" ഒക്കെ അല്ലേ? 4'8" ഒക്കെയാണ്. അപ്പം ഹൈറ്റ്, ഈ ഒരു ഹൈറ്റ് വെച്ചിട്ട് ആള് നല്ല കൂളായിട്ട് ഓടിക്കുന്നുണ്ട്. ഇപ്പൊ പലരും പല സമയത്തും കംപ്ലൈന്റ് പറയുന്നത്, അയ്യോ എനിക്ക് ഹൈറ്റ് കുറവാണ്. അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു മാതൃകാപരമായിട്ടുള്ള നല്ല കിഡിലൻ ഡ്രൈവാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഹെൽന, ഇത്രയും നേരം ഓടിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ ചോദിക്കുന്നത് കേട്ടോ. അതായത് ഇതിപ്പോ ഒരു 1 ലിറ്റർ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണെന്ന് അറിയാലോ. അപ്പം ഇത് ഓടിച്ചിട്ട് എങ്ങനെയാ, എന്താ ഫീൽ ചെയ്ത്? ഇത് ഓടിച്ചിട്ട് ഞാൻ കൂടുതലും ഓട്ടോമാറ്റിക് ഓടിക്കൽ കുറവാണ്. ഓടിക്കുവാണെങ്കിൽ DS ഗിയർ ബോക്സ് ഓടിക്കാറുള്ളത്. പിന്നെ ഇതിന്റെ ഓവറോൾ ആയിട്ട് നോക്കുമ്പം അത്യാവശ്യം വണ്ടിക്ക് നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ഫാമിലിക്ക് കൊണ്ടുനടക്കാൻ പറ്റിയൊരു വണ്ടിയാണ്. അപ്പോൾ ഹെൽന കുറേ കാര്യങ്ങൾ നമുക്ക് ഷെയർ ചെയ്തു. ഇപ്പം നിസാൻ മാഗ്നറ്റിന്റെ കുറച്ച് ഡ്രൈവ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസും ആസ് എ മെക്കാനിക് എന്നുള്ള രീതിയിൽ കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്തു. നമുക്ക് എല്ലാവർക്കും മാതൃകയാക്കാൻ പറ്റുന്ന ഒരു കൊച്ചു മിടുക്കിയാണ്. അപ്പോൾ ഹെൽനയുടെ ഓട്ടോമോട്ടീവ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ഓട്ടോടെക് ദ ഫാമിലി ഗാരേജ് എന്ന യൂട്യൂബ് ചാനൽ ഇൻസ്റ്റയിൽ എല്ലാം അവൈലബിൾ ആണ് കേട്ടോ, ജസ്റ്റ് ചെക്ക് ചെയ്തോളൂ. അപ്പോൾ നിസാൻ്റെ മാഗ്നറ്റ് CVT വെച്ചിട്ട് നമ്മളിപ്പോൾ എറണാകുളം സൈഡിലാണ് കേട്ടോ. അപ്പോൾ എറണാകുളം സൈഡിൽ വന്നപ്പോഴത്തേക്കും നമ്മളുടെ ഇൻഫ്ലുവൻഷ്യൽ വുമൺ അറൗണ്ട് ഹൗസ് എന്ന ആ ഒരു തീമിൽ ഒരാളും കൂടെ ആഡ് ഓൺ ആവുന്നുണ്ട്, നമ്മുടെ ആരതി പണിക്കരാണ്. ഹലോ. ഹായ്. അപ്പോൾ അതിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് പരിചയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓട്ടോക്രോസ് ഉണ്ടല്ലോ, ഇവൻസിൽ ആ ഒരു ടൈം തൊട്ടാണ് പരിചയം. അതായത് നിരവധി പോഡിയമൊക്കെ എടുത്തിട്ടുള്ള ആളാണ്. ഒരു സെന്നാണ് യൂസ് ചെയ്യുന്നത്. സെന്നിൽ തകർത്ത് വെച്ച് അടിപൊളിയായിട്ട് ഡ്രൈവ് ചെയ്യും. അത് മാത്രമല്ല മെയിനായിട്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ EVയിൽ ടെക്നോളജി കൺസൾട്ടൻ്റ് ആണ്, പിന്നെ ഓണ്ടർപ്രനറാണ്. ട്രാവൽ ഏകദേശം 33ഓളം രാജ്യങ്ങൾ കവർ ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഒരുപാട് വാഹനങ്ങൾ, പ്രീമിയം ബ്രാൻഡ്സ് മുതൽ ചെറിയ ചെറിയ വാഹനങ്ങൾ വരെ നിരവധി ബ്രാൻഡ്സ് കാറുകൾ ഓണ്ടാണ്. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ആരതിക്ക് നല്ല ഡ്രൈവിംഗ് ക്രേസ് ഉള്ള ആളാണ്. അപ്പം ആരതി ഇത്ര നേരം നമ്മുടെ നിസാൻ മാഗ്നറ്റ് CVT ആണ് ഡ്രൈവ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ കുറച്ചൊരു എക്സ്പീരിയൻസ് ഷെയറിംഗ് ആണ് നമ്മൾ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഞാൻ ആക്ച്വലി ആദ്യമായിട്ടാണ് നിസാൻ്റെ വണ്ടി ഉപയോഗിക്കുന്നത്. യൂഷ്വലി ഞാൻ ഡെയിലി യൂസിന് X1ഉം ക്രൂസൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ ഇത് ആക്ച്വലി വളരെ ലൈറ്റാണ്. ആൻഡ് അതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു കംഫർട്ടബിൾ ആയിരുന്നു ഓടിക്കാനായിട്ട്. പിന്നെ ഈ ഒരു സൈസിലുള്ള വണ്ടി ഞാൻ ആക്ച്വലി ആദ്യമായിട്ട് ഓടിക്കുന്നത്. X1 ആണെങ്കിലും ക്രൂസ് ആണെങ്കിലും ഭയങ്കര ഇതിലും ബിഗ്ഗാണ്. അതുപോലെ I10 ആണെങ്കിൽ യൂസ് ചെയ്യുന്നത് വളരെ ചെറുതാണ്. അപ്പം അതിൻ്റെ ഇടയ്ക്കുള്ളൊരു സൈസും വളരെ എനിക്കൊന്നു ലേഡീസിനൊക്കെ വളരെ കംഫർട്ടബിളായിട്ട് ഓടിക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണെന്ന് എനിക്ക് തോന്നുന്നു. എന്നാൽ അത്ര തീരെ ചെറുതും അല്ല. സോ യു ഫീൽ ലിറ്റിൽ മോർ സേഫ് ഓൾസോ അല്ലേ? അതുപോലെ ആരതി വണ്ടി എടുത്തപ്പോഴേ ഒരു കറക്കി അങ്ങ് തിരിച്ചല്ല, നമുക്കറിയാമല്ലോ ഈ ഡ്രൈവിംഗ് കുറച്ച് ക്രേസ് ഉള്ളവരൊക്കെ ഡ്രൈവ് ചെയ്യുന്ന ആ ഒരു ഫീൽ ഉണ്ടല്ലോ. അപ്പോൾ ഞാനിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ CVT ഇപ്പോൾ ഓടിച്ചിട്ടുള്ള ഫീൽ കൂടെ ഒന്ന് ഷെയർ. ട്രാൻസ്മിഷൻ വളരെ സ്മൂത്തായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. എൻ്റെ വണ്ടികളെല്ലാം സിമിലർ ആയതുകൊണ്ട് തന്നെ എനിക്ക് അതേ ആ ഒരു മോഡിൽ തന്നെ ഓടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു.
വിച്ച് വാസ് റിയലി ഗുഡ്. പക്ഷെ നിസാൻ്റെ ഞാൻ ആദ്യമായിട്ടാണ് ഒരു വെഹിക്കിൾ ഡ്രൈവ് പോലും ചെയ്യുന്നത്, ആൻഡ് ഇറ്റ് വാസ് എ ഗുഡ് എക്സ്പീരിയൻസ്. കാരണം മോസ്റ്റ് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു SUV സ്റ്റൈലിംഗ് ഉള്ള ഒരു വണ്ടിയാണ് ഇപ്പോൾ നിലവിലുള്ള. ആള് അത്യാവശ്യം വിസിബിലിറ്റി കാര്യങ്ങൾ എങ്ങനെയുണ്ട് ഓവറോൾ? വിസിബിലിറ്റി ആക്ച്വലി ഉണ്ട്, നന്നായിട്ട് കാണാൻ പറ്റും. ഞാൻ ശരിക്കും പറഞ്ഞാൽ X1 ആയാലും ക്രൂസ് ആണെങ്കിലും A4 ആയാലും വീട്ടിലുള്ള വണ്ടികൾ ഏത് ഓടിച്ചാലും എനിക്ക് റോഡ് നേരെ കാണില്ല എന്നുള്ളതാണ് റിയാലിറ്റി. പിന്നെ നമ്മൾ ഓടിച്ചോടിച്ച് ഞാൻ ഈ സ്കൂൾ മുതലേ വണ്ടി ഓടിക്കുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് വണ്ടി ഓടിച്ച് ശീലമായിട്ടുള്ളതുകൊണ്ട് തന്നെ വണ്ടിയുടെ ഒരു ആ ഒരു എത്ര വിത്തുണ്ട് എത്ര ലെങ്ത് ഉണ്ട് നമുക്കൊരു ഐഡിയ ഉണ്ടല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് അങ്ങ് ഓടിക്കുക, അതാണ് സ്ഥിരം. അപ്പം ഇത് പക്ഷേ അങ്ങനെയല്ല, യു ക്യാൻ ആക്ച്വലി സീ ഫ്രണ്ടിൽ എവിടെയാണ് എന്നുള്ളത്. സോ ദാറ്റ് ഈസ് റിയലി ഗുഡ് തിങ്. ഇപ്പം ഈ പുറം രാജ്യങ്ങളിലൊക്കെ പോയപ്പം പല പല വണ്ടികളുണ്ട്, അവിടെ ഡ്രൈവ് ചെയ്യാറുണ്ടോ? ഡ്രൈവ് ചെയ്തിട്ടുണ്ട്, പല കൺട്രീസിലും ഡ്രൈവ് ചെയ്തിട്ടുണ്ട്. ഞാൻ മലേഷ്യയിൽ ട്രാവൽ ചെയ്തപ്പം 10 days ഡ്രൈവ് ചെയ്താണ് ഫുൾ മലേഷ്യ കണ്ടത്. ഇറ്റലിയിലും അതുപോലെ തന്നെ 10 days ഡ്രൈവ് ചെയ്താണ് കണ്ടത്. ന്യൂസിലൻഡ് 2 weeks ഡ്രൈവ് ചെയ്തു. സോ എല്ലായിടത്തും മിക്കയിടത്തും ട്രാവൽ ചെയ്യുന്നിടത്തൊക്കെ UK അതുപോലെ ഒരുപാട് UK സ്കോട്ട്ലൻഡിലും ഇംഗ്ലണ്ടിലും എല്ലാം ഡ്രൈവ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ UK യിലായിരുന്നു കുറേ നാൾ. അപ്പം അങ്ങനെ ഒരുപാട് കൺട്രീസിൽ ഡ്രൈവ് ചെയ്തിട്ടുണ്ട്. അടിപൊളി. അതൊരു വല്ലാത്ത ഫീലാണ്. കാരണം ഇന്ത്യ വിട്ടിട്ട് മറ്റൊരു സ്ഥലത്ത് പോയിട്ട് പ്രത്യേകിച്ച് മറ്റ് പല കൺട്രീസിൽ പോകുമ്പോഴത്തേക്കും ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ഉള്ള വണ്ടികൾ, അതിൻ്റെ ഒക്കെ ഒരു ഫീൽ എങ്ങനെയുണ്ട് അറിയാൻ വേണ്ടി? ആക്ച്വലി ലെഫ്റ്റ് നമുക്ക് തുടക്കത്തിൽ ഒരു ചെറിയ ബുദ്ധിമുട്ട് തോന്നും. കാരണം നമ്മൾ ഈ ഇൻഡിക്കേറ്റർ ഇടുമ്പോഴും ഒക്കെ നോക്കുന്നതെല്ലാം ഒന്ന് ഓപ്പോസിറ്റ് ആകുമ്പോഴത്തേനെ കുറച്ചൊരു ബുദ്ധിമുട്ട് ആദ്യം തോന്നും. പക്ഷേ അതൊന്ന് ഓടിച്ച് കഴിയുമ്പോഴത്തേന് ശീലമായിക്കോളും. ഐ തിങ്ക് ഇന്ത്യയിൽ ഡ്രൈവ് ചെയ്ത് ശീലിച്ചിട്ടുള്ളവർക്ക് എവിടെ വേണേലും ലോകത്ത് പോയി ഓടിക്കാൻ പറ്റും. ഓൺ ദ പോയിന്റ്, അത് പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഇവിടെയാണ് ഏറ്റവും വലിയ ടെസ്റ്റ് ചെയ്യണോ വണ്ടി ഓടിക്കുക എന്നുള്ളത്. ഏത് ടൈപ്പ് ഓഫ് ടെറൈൻ, ഏത് ടൈപ്പ് ഓഫ് നാരോ റോഡ്സും ഹിൽ സ്റ്റേഷൻസ് എല്ലാം ഉണ്ട്. പിന്നെ ഫോളോ ചെയ്യണം, റൂൾസ് ഫോളോ ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ ഒരു ചാലഞ്ച് വെളി രാജ്യത്തിൽ പോകുമ്പോൾ. എന്തായാലും ഭാരതി നമ്മുടെ കൂടെ വളരെ ടൈറ്റ് ഷെഡ്യൂളായിരുന്നു, അതിൻ്റെ ഇടയിൽ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തതാണ്. അപ്പോൾ ലാസ്റ്റ് ഒരു ഒറ്റ ക്വസ്റ്റ്യൻ കൂടെ, ഇതിപ്പോൾ ഡ്രൈവ് ചെയ്തിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചറോ അല്ലെങ്കിൽ ഈ വണ്ടീൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഷെയർ ചെയ്തു? അങ്ങനെ ചോദിച്ചാൽ എനിക്ക് വണ്ടിയുടെ സൈസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതന്നെ എനിക്ക്, കാരണം ഞാൻ യൂസ്ഡ് അല്ലാത്തൊരു സൈസാണ്. പക്ഷേ എനിക്ക് ഫീൽ ചെയ്തു. സാധാരണ എനിക്ക് ഇൻ ജനറൽ വലിയ വണ്ടികളാണ് ഇഷ്ടം. പക്ഷേ ഞാൻ കണ്ടിട്ടുള്ള എൻ്റെ ആൻറ്റിമാരും കസിൻസും ഒക്കെ എൻ്റെ വലിയ വണ്ടിയിലൊക്കെ അങ്ങനത്തെ വണ്ടികൾ കയറുമ്പം, ഇന്നോവയിലൊക്കെ കയറുമ്പോഴത്തേനും ഇത് ഭയങ്കര വലുതാണ് എന്നുള്ളൊരു ഫീൽ. എന്നാൽ കുഞ്ഞു വണ്ടിയാകുമ്പോൾ നമ്മൾ ഒട്ടും സേഫ് അല്ല എന്നുള്ളൊരു പേടി ഉണ്ടല്ലോ ഇടിക്കും. പക്ഷേ ഇതെനിക്ക് വളരെ ആപ്റ്റായിട്ട് തോന്നി ഓടിക്കാനായിട്ട്, എസ്പെഷ്യലി ഫോർ വിമൻ. ഐ തിങ്ക് ദാറ്റ് ഇസ് ദ ബെസ്റ്റ് ഫീച്ചർ ഫോർ മീ. അല്ലാണ്ട് ടെക്നിക്കലി ഐ തിങ്ക് യുനോ ഓടിക്കാൻ വളരെ സ്മൂത്തായിരുന്നു. അത് ഒരു നല്ല ഫീച്ചറായിരുന്നു. ഓക്കെ താങ്ക് യു ആരതി, താങ്ക് യു സോ മച്ച്. ഇനി നമുക്ക് നിസാൻ മാഗ്നറ്റിൻ്റെ ഒരു കസ്റ്റമർ ഫീഡ്ബാക്ക് ഒന്ന് നോക്കിയാലോ? അതായത് ഇപ്പോൾ നമ്മുടെ കൂടെ ഒരു ബ്ലാക്ക് ബ്യൂട്ടി കിടപ്പുണ്ട്, റെഡ് എഡിഷനാണ്. അപ്പോൾ ഇതിൻ്റെ ഓണർ എന്ന് പറഞ്ഞാൽ നമ്മുടെ എറണാകുളത്തുള്ള ഡാലിയാണ്. ഹായ് ഡാലിയ. ഒരു മാർക്കറ്റിംഗ് പ്രൊഫൈലിലാണ് വർക്ക് ചെയ്യുന്നത്, ഇപ്പം ഇതിൻ്റെ ഓണറാണ്. അപ്പം എങ്ങനെയുണ്ട് ഓവറോൾ ഒരു എക്സ്പീരിയൻസ് നമ്മുടെ നിസാൻ മാഗ്നറ്റ് വെച്ചിട്ട്? ഓവറോൾ എക്സ്പീരിയൻസ് ഫോർ മീ ഇപ്പോൾ പറയുകയാണെങ്കിൽ, ബിക്കോസ് എനിക്ക് വരുന്നതെല്ലാം ഒരു സിറ്റി ഡ്രൈവ്സാണ്. ബിക്കോസ് മോസ്റ്റ് ഓഫ് കൊച്ചിനിലൊരു പീക്ക് ട്രാഫിക്കിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. സോ ഫോർ മീ ഒരു ബെസ്റ്റ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക, നമ്മളുടെ ഒരു ഔട്ട്സ്റ്റാൻഡിങ് എന്നൊക്കെ പറയുകയാണെങ്കിൽ ഒരു സീംലെസ് ആക്സിലറേഷൻ വിത്തൗട്ട് ഗിയർ ഷിഫ്റ്റിംഗ് എന്നുള്ളതാണ്. നമുക്കൊരു ഹെക്ടിക് ബേർഡൻസ് ഇല്ല. ട്രാഫിക്കിൻ്റെ ആ ഒരു എപ്പോഴും നമ്മൾ ആസ് എ ലേഡി നമുക്ക് എപ്പോഴും ഒരു കൺസേൺ ഉണ്ടാവും. ആ ഒരു കൺസേൺ ഇല്ലാതെ ഫ്രീ ആയിട്ട് ഉള്ള, അതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഇത് ഫസ്റ്റ് ഒരു ബെസ്റ്റ് ഫീച്ചറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു ക്വസ്റ്റ്യൻ, ഇതിപ്പം എത്ര കിലോമീറ്റർ ആയിട്ടുണ്ട്? ഇപ്പം അറൗണ്ട് 3700, ബിലോ 4000 ആണ്. ബട്ട് ഐ ജസ്റ്റ് ടുക്ക് ഇറ്റ് ബൈ ദിസ് ജാൻ ഓൺവേർഡ്സ്. സർവീസിനെ പറ്റിയൊക്കെ അഭിപ്രായം എന്താണ്? ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇനി ഒരു 5 years വരെ എനിക്ക്, അതാ ഞാൻ ആദ്യമേ പറഞ്ഞു, ഞാൻ വളരെ സ്ട്രെസ് ഫ്രീ ആണെന്നുള്ളത്. 5 yearsലേക്ക് എനിക്ക് ഫ്രീ ഓഫ് സർവീസ് എന്ന് തന്നെ പറയാം. ബിക്കോസ് നമുക്ക് എനിക്ക് തോന്നുന്നു 2 yearsന് ദേ ഹാവ് ദ പാക്കേജ് ഇൻക്ലൂഡിങ് ദ വെഹിക്കിൾ. പിന്നെ 3 years നമുക്ക് ഇപ്പം എക്സ്റ്റെൻഡഡ് വാറൻറ്റി ഒക്കെ എടുക്കുന്ന പോലെ തന്നെ അഡീഷണലി ഐ ജസ്റ്റ് ടുക്ക് ദ പാക്കേജ്. അപ്പോൾ അതിനന്ന് എന്തോ കോസ്റ്റ് അറൗണ്ട് ബിലോ 50,000 to 14,000 വന്നിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഡ്രൈവിന് എടുക്കുകയാണ്. അപ്പം ഞാൻ ആദ്യം കയറിയപ്പോൾ തന്നെ ശ്രദ്ധിച്ച കാര്യം വെച്ചാൽ ഇതിൻ്റെ ഇൻറ്റീരിയർ ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല. ബ്ലാക്കും റെഡും ആ ഒരു കോംബോയിൽ ഭയങ്കര രസമായിട്ടുള്ള ഇൻറ്റീരിയർ ആണ്. ഒരു നല്ല പ്രത്യേകത തോന്നുന്നു. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ മാഗ്നറ്റിൻ്റെ CVT റെഡ് എഡിഷൻ ആണ്.
അപ്പം അതാണ് നമ്മൾക്ക് ആ ഡാഷ്ബോർഡിലുള്ള ഡിഫറൻസ്. മറ്റേ നമ്മൾക്ക് നോർമലി ഉള്ള ബാക്കി വെഹിക്കിൾസ് കണ്ടിട്ടുണ്ടാവും, അതില്ലാത്ത ആ ഡിഫറൻസ്. അതെന്താന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത്, നമ്മളിപ്പം എല്ലാവർക്കും ഒരു ഇതുണ്ട് SUV ആകുമ്പോഴത്തേക്കും ലേഡീസിനെ ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാന്നൊക്കെ. പക്ഷേ ശരിക്കും നേരത്തെ ഉള്ളതിനേക്കാളും, അതായത് നേരത്തെ ഒരു ഹാച്ചിലിരുന്ന ടൈമിൽ ഞാൻ ശരിക്കും എൻ്റെ ഒരു സീറ്റിംഗ് പൊസിഷനൊക്കെ എന്ന് വെച്ചാൽ എന്നെ എല്ലാവരും കളിയാക്കുമായിരുന്നു, ആദ്യം എത്താൻ വേണ്ടിയാണോ സ്റ്റിയറിങ്ങിൻ്റെ അടുത്തിരിക്കുന്നതെന്നുള്ളത്. അപ്പോൾ ആ ഒരു ഇതൊന്നും എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നില്ല. ശരിക്കും ഭയങ്കര എനിക്കൊന്ന് ഹാൻഡിൽ ചെയ്യാൻ നമുക്ക് കുറച്ചുകൂടി ഈസി ഈ വെഹിക്കിളാണ്. അതായത് ഹാച്ചിലാകുമ്പോൾ ഞാനൊന്നൊരു കുറച്ചുകൂടി ഒരു ഡൗണിലായിട്ടാണ് ഇരിക്കുന്നത്. എൻ്റെ റോഡ് വിസിബിലിറ്റി ഇതൊക്കെ പ്രോബ്ലം ഉണ്ടായിരുന്നു. പക്ഷെ ഇതിൽ വരുമ്പോൾ എനിക്ക് അങ്ങനത്തെ കൺസേൺസ് ഒന്നും ഉണ്ടായിട്ടില്ല. ഞാൻ ഓവറോൾ നോക്കിയിട്ട് ഈ വെഹിക്കിൾ ഇഷ്ടപ്പെടാൻ ഒരു കാരണം വെച്ചാൽ എസ്പെഷ്യലി ഇതിൻ്റെ CVT പെർഫോമൻസ് വൈസ് കംഫർട്ടാണ്. ബിക്കോസ് നമ്മൾക്ക് എന്താണെന്നറിയോ, ഒരു ലേഡീസ് ആകുമ്പോഴത്തേക്കും SUV എന്നുള്ളൊരു കോൺസെപ്റ്റിൽ എത്താൻ പറ്റും. പിന്നെ ഈ ഡ്രൈവിംഗ് കംഫർട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു അപ്പിയറൻസ് എല്ലാം തന്നെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം കൊണ്ടും ഒരു ഫൈനൽ റിസൾട്ടിൽ നോക്കുമ്പോൾ നമ്മളുടെ ഒരു ചോയ്സ് റിഗ്രറ്റ്സ് എന്നുള്ളൊരു സെൻസിലേക്ക് വരില്ല. എനിക്ക് ത്രൂ ഔട്ട് പോകുമ്പം 17.4 സംതിങ് വരെ കിട്ടി. നമുക്കിവിടെ അറിയാൻ പറ്റും, നമുക്ക് സ്ക്രീനിൽ തന്നെ നമ്മളുടെ ആവറേജ് മൈലേജ് അറിയാൻ പറ്റും. പിന്നെ 15.4 ആണ് എൻ്റെ നോർമൽ ആവറേജ് മൈലേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതെ, ഫൈനലി അതായത് ഒന്ന് കൺക്ലൂഷനിലേക്ക് വരുമ്പോഴത്തേക്ക് എന്താ ഓവറോൾ ഈ ഒരു വെഹിക്കിളെ പറ്റി പറയാനുള്ളത്? ശരിക്കും ഒരൊറ്റ വാക്കിൽ, ഇൻ മൈ വേർഡ്സ്, എ ബഡ്ജറ്റ് ഫ്രണ്ട്ലി സ്റ്റൈലിഷ് വെഹിക്കിൾ ഫോർ ഫാമിലി, എസ്പെഷ്യലി ഇൻ സിറ്റീസ് ആൻഡ് ഫോർ ലേഡീസ്. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. ഇത്ര നേരം നമ്മളോട് സ്പെൻഡ് ചെയ്തു, കുറേ കാര്യങ്ങൾ ഷെയർ ചെയ്തു. താങ്ക് യു സോ മച്ച്. ഇപ്പോൾ നിസാൻ മാഗ്നറ്റുമായിട്ട് ട്രിവാൻഡ്രത്താണ് കേട്ടോ. ട്രിവാൻഡ്രത്ത് വന്നപ്പോൾ നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത് ശില്പ സുരേന്ദ്രൻ. ഹായ് ശില്പ. ഹായ്. ഒരു മാസ് എൻട്രി ഒക്കെ കൊടുത്ത് ശില്പേനെ നിങ്ങൾ കുറച്ച് പേരെങ്കിലും സോഷ്യൽ മീഡിയ ത്രൂ അറിഞ്ഞിട്ടുണ്ടാകും. കാരണം ഒരുപാട് റീല് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. ടീച്ചറാണ്, അതേപോലെ തന്നെ ഓട്ടോക്രോസ് ഇവൻറ്റ്സ്, ഓഫ് റോഡിങ്, പിന്നെ ഡ്രിഫ്റ്റിങ്, പിന്നെ ചെറിയൊരു മെക്കാനിക്കാണ്. അങ്ങനെ തുടങ്ങിയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ്. പിന്നെ കുറേ വെഹിക്കിൾസിൻ്റെ ഓണറാണ്. ഇപ്പം ഈ കാണുന്ന ലാൻഡ് ക്രൂസറിലാണ് ആളുടെ ഡെയിലി നടപ്പ് കാര്യങ്ങളൊക്കെ. ഫസ്റ്റ് ശില്പേൻ്റെ എങ്ങനെയാണ് ഈ ഒരു ഫീൽഡിലേക്ക്, ഓട്ടോമോട്ടീവ് ഫീൽഡിലേക്ക് വന്നേ? ആക്ച്വലി നമ്മൾക്ക് എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷനാണ്. ടീച്ചർ എന്ന് പറയുന്ന രീതിയിൽ തന്നെ എല്ലാവർക്കും ഇൻസ്പിറേഷനാണ്. അപ്പോൾ അതിനു വേണ്ടി എനിക്ക് കുറച്ചുകൂടെ പാഷനേറ്റ് ആയിട്ടുള്ളൊരു ഫീൽഡാണ് എനിക്ക് തോന്നിയത് വെഹിക്കിൾസിനോടുള്ള. അപ്പോൾ അതുകൊണ്ട് അത് തന്നെ സെലക്ട് ചെയ്ത്. പിന്നെ അപ്പം കുറേ നമ്മൾ പഠിപ്പിക്കുന്ന മാത്രമല്ല, കുറേ പേർക്ക് ഇൻസ്പിറേഷനായിട്ട് പോകുന്നുണ്ട് ആ സ്റ്റുഡൻസിനൊക്കെ. അപ്പോൾ അതിൽ നിന്ന് ഒത്തിരി പേര് മോട്ടിവേറ്റ് ചെയ്ത്, അതായത് ഗേൾസ് ആണെങ്കിലും ഈ 11th 12th പഠിക്കുന്ന കുട്ടികൾക്ക് ബേസിക്കലി കുറച്ച് ഒരു ഫ്ലട്ടറിങ് ആയിട്ടുള്ളൊരു ഇതാണ്. അപ്പോൾ അവരുടെ ഒരു മൈൻഡൊക്കെ ഒന്ന് ഓക്കെ ആക്കി നമ്മളൊരു മോട്ടിവേറ്റ് ചെയ്ത് ഇതിലോട്ട് വരണം, ഒറ്റയ്ക്ക് നിന്ന് ഇതിലോട്ട് വരാം എന്നൊക്കെ ഉള്ളൊരു മോട്ടിവേഷൻ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഗുഡ്. എത്ര നാളായിട്ട് ഡ്രൈവ് ചെയ്യുന്നുണ്ട്? ഞാൻ ആക്ച്വലി ഡ്രൈവിങ് ഞാൻ സ്കൂൾ ടൈമിൽ സ്റ്റാർട്ട് ചെയ്ത്, ലൈസൻസ് അപ്പോൾ കിട്ടില്ലല്ലോ, പക്ഷെ എന്നാലും അപ്പോഴേ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ ലൈസൻസ് എടുത്തിട്ട് ഓടിച്ചു തുടങ്ങി. ഓക്കെ. ഈ ഓട്ടോമോട്ടീവ് മെയിനായിട്ട് ഇങ്ങനെ കുറച്ച് നാളായിട്ടുള്ളതെന്ന് തോന്നല്ലേ ഇങ്ങനെയുള്ള? അതെ. ഇപ്പം ആക്ച്വലി നമ്മളുടെ ഇൻസ്റ്റാഗ്രാം റീൽസൊക്കെ കുറച്ചുകൂടെ വന്നപ്പോഴത്തേക്കാണ് അത് എല്ലാവരും അറിഞ്ഞു തുടങ്ങിയത്. അതിനു മുമ്പേ വണ്ടികളുടെയുള്ള ക്രേസും എനിക്ക് നേരത്തെ കുറേ ബൈക്സും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴാണ് എല്ലാവരും ഒന്ന് അറിഞ്ഞു തുടങ്ങി. അപ്പോൾ എന്തായാലും ശില്പ, ഈ ഒരു നമ്മുടെ നിസാൻ മാഗ്നറ്റ് CVT ആണ് ഈ ഒരു മോഡല്. അത്യാവശ്യം സക്സസ്ഫുള്ളി നമ്മുടെ വിപണിയിൽ റണ്ണായിക്കൊണ്ടിരിക്കുന്ന മോഡലാണ്. അപ്പോൾ ഇത് ഓടിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എന്താണെന്നൂടെ ഒന്ന് ഷെയർ ചെയ്യാം. ഓക്കെ. ഞാൻ ശില്പയും കൂടെ ഇപ്പോൾ ജസ്റ്റ് വണ്ടി എടുത്തു. ആക്ച്വലി നമ്മളിപ്പോൾ ഉള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള ഒരു ചെറിയൊരു ഗ്രൗണ്ടിലാണ്. കാരണം ആളിവിടെ വന്നിട്ടാണ് ഫുൾ ഡ്രിഫ്റ്റിങ്ങും അല്ലെങ്കിൽ നമ്മളൊരു ഓട്ടോക്രോസ് ഇവൻറ്റ് ഇവിടെ നടത്തിയിട്ടുണ്ടായിരുന്നു. ആ ഒരു സ്പേസിലാണ് കേട്ടോ. അപ്പോൾ ശില്പ, ഈ CVT മോഡൽസ് അല്ലെ നിസാൻ്റെ വെഹിക്കിൾസ് മുന്നേ ഓടിച്ചിട്ടുണ്ട്? ഇല്ല, ഞാനിത് ഫസ്റ്റ് ടൈമാണ് ഇത് ഓടിക്കുന്നത്. ഓക്കെ. എൻ്റെ കയ്യിൽ ആക്ച്വലി ഒരു ഓട്ടോമാറ്റിക് ഉണ്ട്, ബെൻസ്. പക്ഷേ ഇതിപ്പം എനിക്ക് കൂടുതൽ ഇഷ്ടം മാനുവലാണ്. ഇപ്പൊ ആതിര വന്നത് കോട്ടയത്തുനിന്നല്ലേ, അപ്പൊ അതൊക്കെ കുറച്ച് അല്ലേ കംഫർട്ടബിൾ. ഇപ്പം ഞാൻ ആദ്യം എനിക്ക് മാനുവൽ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. പക്ഷെ ഓട്ടോമാറ്റിക് അതൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങി പിന്നെ സിറ്റി പർപ്പസിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും കുറച്ചുകൂടി ഫ്രണ്ട്ലി ആണ്. ഈ പറഞ്ഞ ലോങ് ട്രാഫിക്കില് ഒക്കെ അല്ലേ നമ്മള് ഭയങ്കര യൂസ്ഫുൾ ആണ്.
കാരണം നമ്മൾ അത്ര സ്ട്രെയിൻ കുറയാണ്. പിന്നെ ഓവറോൾ ഹാൻഡ്ലിംഗ് വേസ് ഒക്കെ എങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്? കുറച്ചുകൂടെ ലൈക്ക് കംഫർട്ട്. നമ്മളിപ്പോൾ ഈ വലിയ വണ്ടി ഓട്ടിച്ച് ഇത് നോക്കുമ്പോൾ നല്ല കോമ്പാക്റ്റ് ആയിട്ട് നമുക്ക്, അത് ഞാൻ പറഞ്ഞില്ലേ, സിറ്റി റൈഡിന് പറ്റിയൊരു വെഹിക്കിളായിട്ടാണ് എനിക്കൊന്ന് ഫീൽ ചെയ്തത്. അപ്പോൾ ഓവറോൾ ചിപ്പിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് ഇപ്പോൾ ഷെയർ ചെയ്തത് കേട്ടോ. കാരണം വെച്ചാൽ നമ്മൾ വാഹനങ്ങളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറേയധികം ഗേൾസിനെ വുമൺ എംപവർമെൻറ്റ് ഭാഗമായിട്ട് പരിചയപ്പെടുത്തി. അതിൽ നമുക്ക് ഏറ്റവും ഇൻസ്പിറേഷൻ അത് തന്നെയാണ്. താങ്ക് യു. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മുടെ ഈ ഒരു നിസാൻ മാഗ്നറ്റ് AMD ട്രാൻസ്മിഷനും CVT ഒക്കെ വെച്ചിട്ട് നമ്മുടെ വ്യത്യസ്തമായിട്ട് വിവിധ മേഖലയിൽ നിൽക്കുന്ന സ്ത്രീകളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ ഷെയർ ചെയ്തത്. അപ്പം കുറേ അധികം ആളുകളെ പരിചയപ്പെടാനും സാധിച്ചല്ലോ. അതായത് നമ്മുടെ സമൂഹത്തിൽ വ്യത്യസ്തമായിട്ട് നിൽക്കുന്ന ഓട്ടോമോട്ടീവായിട്ട് റിലേറ്റഡ് ആയിട്ട് നിൽക്കുന്ന സക്സസ്ഫുൾ ആയിട്ട് നിൽക്കുന്ന ആളുകളെയാണ് നമ്മൾ പരിചയപ്പെടുത്തിയത്. അപ്പോൾ എന്തായാലും ഈ ഒരു സീരീസ് നമ്മൾ എന്തായാലും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മുടെ നിസാൻ മാഗ്നറ്റിൻ്റെ ഫുൾ എക്സ്പീരിയൻസ് വീഡിയോ ആണ് ഷെയർ ചെയ്തത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ആതിര മുരളി ഒഫീഷ്യൽ എന്ന ഇൻസ്റ്റാഗ്രാം പേജിൽ ഒന്ന് മെസ്സേജ് ചെയ്യുക. വീഡിയോ മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.